ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായി, 1-2 മാസമായി തോന്നുന്നുണ്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പം കുറേ നാളായി നമ്മുടെ ലെങ്ത് വീഡിയോ നമ്മുടെ മെയിൻ ചാനലിലുള്ളതും എന്താ പറയുക, അതും ഭയങ്കര കുറവായിരുന്നു, ഇതിനകത്തും ഭയങ്കര കുറവായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ 2 ചാനലിലും ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ നാളായില്ലേ ഒരു ചെറിയൊരു വ്ളോഗ് കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മസാല ദോശ ഉണ്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം ആ മസാല കൂട്ടുമ്പോൾ നമുക്കത് ഉച്ചക്കത്തേക്കും കൂടി എടുക്കാനുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചായ മസാല തിന്നുന്നതനുസരിച്ച്, മസാല ദോശ തിന്നുന്നതനുസരിച്ച് ചിലപ്പോൾ 2 തിന്നും, ചിലപ്പോൾ 3 തിന്നും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ മസാല ദോശ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാനിവിടെ എടുക്കുമ്പോഴത്തേക്കില്ലേ സമയം കുറേ പോകും. പിന്നെ അതുപോലെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നോൻപുള്ള ദിവസമാണ്. അപ്പോൾ പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ മസാല ദോശ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇഡലിയൊക്കെ ഉണ്ടാക്കി മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതേ മസാല ദോശയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മസാല വെച്ച് തിന്നാറില്ല, എനിക്ക് അങ്ങനെ നിന്നൊന്നും ഇഷ്ടമല്ല. ഇച്ചായിക്ക് മസാല വെച്ച് 2 ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ചോണ്ടിരിക്കണേ. ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഗൈസ്, ഇച്ചായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇച്ചായി പുറത്തോട്ടൊന്നും പോയേട്ടാ. ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം അങ്ങോട്ട് പോയി. ഭയങ്കര ചൂടല്ലേ ഇപ്പോഴത്തെ. അതിൻ്റെ ദൈവമേ, ഒട്ടും സഹിക്കാൻ പറ്റില്ലല്ലേ നമുക്ക്. ഭയങ്കര ചൂടെന്നാൽ ഭയങ്കര ചൂടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ചൂട് ഹൈ ലെവലിൽ കയറി നിൽക്കണതാണ്. ഇവിടെ ഒട്ടും എൻ്റെ പൊന്നോ എന്തൊരു ചൂടാണ്. പിന്നെ നമ്മൾ AC ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാലില്ലേ ഫുൾ ടൈം നോക്കി AC ഇട്ടിരിക്കാൻ പറ്റുമോ? കാരണം പക്ഷേ അതിനനുസരിച്ച് കത്തിയങ്ങാട് കയറും. അപ്പോൾ അതുകൊണ്ട് ഈ AC ഒന്നും ഞങ്ങൾ രാത്രി കിടക്കാനായിട്ട് കുറച്ച് നേരം ഇടും. പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കും കുറച്ച് നേരം അങ്ങനെ ഇടുള്ളൂ. അല്ലാതെ കുറവാണ്. എപ്പോഴും അങ്ങനെ ഇടാറൊന്നുമില്ല. ചെടിയൊക്കെ ആണെങ്കിൽ ആ വെള്ളം നമ്മൾ എത്ര ഒഴിച്ചു കൊടുത്താലും അത് അപ്പം തന്നെ വറ്റിപ്പൊളിയാണ്. ചെടികൾക്ക് പോലും മര്യാദക്ക് എന്താ പറയുക വെള്ളമോ കാര്യങ്ങളോ ഒന്നും കിട്ടണില്ല. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് അപ്പം തന്നെ വറ്റിപ്പൊളിയാണ്, വെയിലിൻ്റെ ഇത് കൊണ്ട്, കാഠിന്യം കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാനൊരു ഇത് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ ഈ ചൂട് ടൈമിലും എല്ലാത്തിനും ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ അണ്ടർ ആംസ് കാര്യങ്ങളൊക്കെ, പിന്നെ ഇൻറ്റിമേറ്റ് ഏരിയ, അവിടെയൊക്കെ എപ്പോഴും നമ്മൾ ഇപ്പോൾ വേർപ്പ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മളത് ക്ലീനാക്കി വെക്കണം, എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പോൾ അതിനെ പറ്റി ഞാനൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സംഭവം നിങ്ങളെ കാണിച്ചു തരാമെന്നുള്ളത് എവർടീനിൻ്റെ ഹെയർ റിമൂവറാണ് കേട്ടോ. ഹെയർ റിമൂവറാണ് ബിക്കിനി ലൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ നമുക്ക് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ അവിടെ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ കൂടുതലും ചിലവർ മറ്റേ ഷേവിങ് ചെയ്യുന്ന സെറ്റ് വെച്ച് യൂസ് ചെയ്യും, റേസർ ഉപയോഗിച്ച് ഷേവ് ചെയ്യും, അങ്ങനെയൊക്കെ ചിലവർ വെട്ടിക്കളയും, അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യാതെ പ്യുവറായിട്ട് നമുക്ക് ഒരു ഇത് നമ്മൾ മറ്റേതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു മുറിവ് വരെ ചിലപ്പോൾ സംഭവിക്കാം നമ്മുടെ ശ്രദ്ധക്കുറവുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ജസ്റ്റ് ക്രീമൊന്ന് തേച്ചിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നല്ലപോലെ ആ നമ്മുടെ രോമവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചുരുങ്ങി വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കളയാം. ഇതിനകത്ത് തന്നെ ക്ലീൻ ചെയ്ത് കളയാനുള്ളത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വേണ്ട, ബിക്കിനി ലൈൻ നമുക്ക് 2 കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനത്തെ ഉള്ള ഇതൊന്നുമില്ല. പിന്നെ അതുപോലെ സ്കിന്നിന് ഡാമേജ് ആവുമെന്നുള്ളൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. ഇത് നമുക്ക് നല്ലപോലെ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, അന്ന് ഞാൻ കാണിച്ചു തന്നതും എൻ്റെ കയ്യിലെ രോമത്തിൽ ഇത് തേച്ചിട്ടായിരുന്നു, കയ്യിലെ രോമത്തിൽ തേച്ചിട്ടായിരുന്നു. അത് നമുക്കൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ചുരുങ്ങി വരും. പിന്നെ നമ്മളത് ക്ലീൻ ചെയ്ത് കളയാം. പിന്നെ ഇത് ഭയങ്കര ഇതൊന്നുമില്ല കേട്ടോ. ചിലവർ ഇതിനകത്ത് ഈ ഒരു സംഭവം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, ഈ സംഭവത്തിൽ നമ്മളിങ്ങനെ തേച്ചിട്ട്, അതായത് ഞാനിത് പൊട്ടിക്കാത്തത് കൊണ്ടാണ് കാണിച്ചു തരാത്തത്. നല്ല മേലെ കാണിച്ചു തരാം. എനിക്കിപ്പോൾ കുഴപ്പമില്ല, എൻ്റെ ഒരെണ്ണം തീരാറായിട്ടുണ്ടല്ലോ. ഇവരുടെ എവർടീൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി അടുത്ത തവണ ഇത് എടുക്കണമല്ലോ. അപ്പം ഇപ്പം അത്യാവശ്യം നമുക്ക് എന്തോരമാണ് നമുക്ക് എത്രത്തോളമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വേണ്ട,
ഇതേപോലെ ഇട്ട് കൊടുക്കാണ്ട് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ വിരലിൻ്റെ ഇവിടെയൊക്കെ രോമം ഉണ്ട് കേട്ടോ ഗൈസ്, കണ്ടാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനേ പറ്റും. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് ഇത് വെച്ച് തേക്കുക എന്നാണ് പറയുന്നത്, നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഇത് വെച്ച് തേക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ അത് അത്രയും നമുക്ക് എല്ലായിടത്തും എത്തുമെന്നുള്ളതൊരു ഇതാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇത് എൻ്റെ ഫിംഗർ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ തേക്കണത് കേട്ടോ ഇൻറ്റിമേറ്റ് ഏരിയയിലൊക്കെ. ഇതിങ്ങനെ തേച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ 2-3 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാം. ഞാനിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നമ്മൾ എന്ത് ക്രീമും ഇപ്പം മുഖത്ത് തേക്കണതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രീമുകളായിക്കോട്ടെ, എപ്പോഴും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിൽ ചെന്ന് കഴിഞ്ഞാൽ അവരാദ്യം നമ്മളെ ടെസ്റ്റ് ചെയ്യും, എന്തെങ്കിലും ക്രീം എന്തെങ്കിലും നമുക്കെന്തെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇതും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെറിയ കാലിൻ്റെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഇത്തിരി ക്രീം ഇട്ടിട്ട് വല്ല ചൊറിച്ചിലോ കാര്യങ്ങളുണ്ടെന്നൊക്കെ നോക്കുക. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഒന്ന് മുൻകൈ എടുക്കണമല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾ അതേപോലെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഷേവ് ചെയ്തിട്ട് നമ്മൾ ഷേവ് ചെയ്തിട്ട് പിന്നെ ഒരു 72 hours കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുകൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഷേവ് ചെയ്തിട്ട് ഉടനെ നമ്മൾ ഈ ക്രീം തേച്ച് പിന്നെ യൂസ് ചെയ്യരുത്. ഒരു 72 hours കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് യൂസ് ചെയ്യാന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ സോപ്പോ ഷാമ്പോ ഇതൊന്നിട്ട് നമ്മൾ, അതായത് ഇത് യൂസ് ചെയ്തതിന് ശേഷം സോപ്പോ ഇതൊന്നും വെച്ച് ഇതാക്കേണ്ട. നമ്മൾ സാധാരണ ഇത് ആയി കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി മനസ്സിലായി നമ്മൾ ഈ ബാക്ക് വശം വെച്ചിട്ടാണ് നമ്മൾ ക്രീം തേച്ചത്. നമുക്ക് ഈ ഭാഗം വെച്ച് തന്നെ നമുക്ക് വടിച്ചെടുക്കാം. അതായത് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പോരും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് തുടങ്ങി ഒന്ന് കഴിയട്ടെ. അതിനുശേഷം നമ്മൾ സാധാരണ നോർമൽ വാട്ടർ വെച്ചിട്ട് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയുക. അത്രയും ഒരു ഇതും കൂടി ഉണ്ട്. അപ്പം നിങ്ങളോട് അതും കൂടി ഞാൻ പറഞ്ഞു തന്നെയാണ്. പിന്നെ എനിക്കിത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ മാത്രമല്ല, നമ്മുടെ അണ്ടർആംസിൻ്റെ അവിടെയും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കോട്ടെ. അപ്പോൾ കൂടുതലും ഇത് അണ്ടർആംസ് അല്ലാതെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയ, അതായത് അവിടെയാണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യണത്. എന്നാലും നമുക്ക് എന്താ പറയുക, നമ്മുടെ അണ്ടർആംസിൻ്റെ അവിടെയും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 358 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇത് വാങ്ങിയൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് പൊട്ടി ചോര വരും, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടി തന്നെ നമുക്ക് നീറ്റലാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ചൂടുകാലമാണ്. ചൂടുകാലം ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെയൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കണം. എപ്പോഴും വേർപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് പൊട്ടാതെയും പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നല്ല ശുചിയോടെ തന്നെ വെക്കാനും നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ പയ്യെ ഇപ്പോൾ നമ്മുടെ കയ്യിലെ രോമൊക്കെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആകും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഇതൊന്ന് ചെറിയ വിരലൊന്ന് ചെറുതൊന്ന് ഇതായിട്ടുണ്ട്. ഞാനൊന്ന് വെറുതെ ഒന്ന് വടിച്ചു നോക്കട്ടെ കേട്ടോ. ഓക്കെ, വന്ന് ഇപ്പോൾ നോക്കിയേ, ജസ്റ്റ് നിങ്ങളെ ഈ ഒരു ഇത് മാത്രം കാണിച്ചു തരാം. ഞാനിവിടെ എന്താ ഇങ്ങനെ പഠിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ രോമം കാര്യങ്ങളൊക്കെ പോയി. ബാക്കിയുള്ള കയ്യിൽ രോമം കാര്യം വരരുത്. ഇവിടെ കണ്ട രോമം ഇരിക്കണം. ഇതേപോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഞാനങ്ങനെ വടിച്ച് കളഞ്ഞതേ നല്ലപോലെ ചുരുങ്ങി ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലീനായി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയും അണ്ടർആംസും എല്ലാം നമുക്ക് ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവരെല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.